ഗോപിയേട്ട, എന്തു പറ്റി? ഗോപിയേട്ട, എല്ലാം കൈവിട്ടു പോയി, എല്ലാം നശിച്ചു. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കഴിഞ്ഞ 30 വർഷമായി ആരും അറിയരുതെന്ന് കരുതി നമ്മൾ മനസ്സ് സൂക്ഷിച്ച രഹസ്യങ്ങളെല്ലാം ഓരോരുത്തരായിട്ട് ഇവിടെ അറിഞ്ഞു തുടങ്ങി. ഓ മൈ ഗോഡ്, പാറു എന്താ നീ പറയുന്നേ? നമ്മുടെ നിധിമോള് നിർമ്മലയുടെ പേര് കണ്ടുപിടിച്ചു. നിധി എങ്ങനെയാ പേര് മനസ്സിലാക്കി? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെ അവളത് കണ്ടുപിടിച്ചു? ഇപ്പൊ അവൾ എന്നോട് ചോദിച്ചു നിർമ്മല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. നിർമ്മല എന്ന പേര് പോലും അറിയാവുന്ന രണ്ടേ പേർ നമ്മളാണ്. നിധി അതെങ്ങനെ അറിഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. ഇത്രയും വരെ നിധി എത്തിയ സ്ഥിതിക്ക് സത്യങ്ങളെല്ലാം അവള് കണ്ടുപിടിക്കും. എനിക്ക് പേടിയൊന്ന് ഗോപിയേട്ട. നീ ഒന്ന് സമാധാനായിരിക്കും. നിധിക്ക് നിർമ്മല എന്നുള്ള പേര് മാത്രമല്ലേ മനസ്സിലായുള്ളൂ? ആരാ എന്താന്നൊക്കെ മനസ്സിലായോ? ഇല്ല, അതൊന്നും എന്നോട് പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കേ. എനിക്ക് പേടിയാവുന്നു ഗോപിയേട്ട. നിധി നിസ്സാരക്കാരിയല്ല. അവളെല്ലാം കണ്ടുപിടിക്കും. ഗൗതം എല്ലാം അറിയും. അങ്ങനെ സംഭവിച്ച അവൻ ഈ വീട് വിട്ടു പോവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്കത് താങ്ങാൻ പറ്റില്ല. ഈശ്വര, ഒരു കാരണവശാലും ആ നിർമ്മല നിധിയുടെ കൺമുമ്പിലൊന്നും ചെന്ന് പെടല്ലേ. ഇതിപ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പാറു. സത്യം പറഞ്ഞ നിർമ്മല നിധിയുടെ മുന്നിൽ ചെന്ന് പെടുമോ എന്നുള്ള പേടി ഇപ്പൊ എനിക്കും ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതിന് കാരണമുണ്ട്. നിർമ്മല ഇപ്പൊ ഈ നാട്ടിലുണ്ട്. എന്താ ഗോപിയേട്ടൻ നീ പറയുന്നത്? സത്യമാണോ? ഒരു ദിവസം നമ്മളെ കുടുംബ ജോത്സ്യർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നമ്മുടെ പഴയ നിർമ്മലയെ കണ്ടിരുന്നു. നിർമ്മല ഇവിടുത്തെ അമ്പലത്തിൽ തൊഴാനായി വന്നിരുന്നുവെന്ന് ജോത്സ്യർ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ തകർന്നുപോയി. അപ്പൊ ഈ പറയുന്ന നിർമ്മലെ കുടുംബ ജോത്സ്യർക്കും അറിയാം.